നമസ്കാരം. ഞാൻ മണിബാബു. കണ്ണൂർ ജില്ലയിൽ ആലക്കോടാണ് താമസം. ഒരു സ്കൂളിൽ നിന്ന് പ്രഥമാധ്യാപകനെ റിട്ടയർ ചെയ്തു. 1985 മുതൽ യോഗ ചെയ്യുന്നുണ്ട്. ഈ റിട്ടയർമെന്റിന് ശേഷമാണ് ഞാൻ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് യോഗ്യത നേടിയത്. ഇന്ന് ജൂൺ 21. നമ്മുടെ ലോക ജനതയ്ക്ക് ഭാരതം നൽകിയ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് യോഗ. 2014 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി UN യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒരു യോഗ ഡേ അഖില ലോക തലത്തിൽ നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. ആ നീണ്ട ചർച്ചയിൽ ജൂൺ 21 ലോക യോഗ ഡേ ആയി അംഗീകരിക്കാം എന്ന് UN സമ്മതിച്ചു. 2015 ജൂൺ 21 മുതൽ ലോകമെമ്പാടും യോഗ ഡേ ആചരിച്ചു വരികയാണ്. ഇന്ന് ഞാനിവിടെ ആരംഭിക്കാൻ പോകുന്നത് സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയെയും നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില യോഗാസനങ്ങൾ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചൊരു ക്ലാസ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ക്ലാസ് വീതം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരു ദിവസം നൽകുന്ന ക്ലാസ് തുടർന്ന് ഒരാഴ്ച എല്ലാവരും ചെയ്യുക. അടുത്ത ആഴ്ചയിൽ നമ്മൾ പുതിയൊരു യോഗാസനം പരിശീലിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള യോഗാസനത്തിലാണ് തുടങ്ങുക. പിന്നീട് നമുക്കതിൻ്റെ കാഠിന്യം കൂട്ടി കൊണ്ടുവരാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ യോഗാസനം ആരംഭിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വലിയ വ്യായാമത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തേണ്ടതാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സന്ധികളെല്ലാം നിശ്ചലാണ്. ശരീരത്തിൽ ധാരാളം സന്ധികളുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു വിരലിൽ തന്നെ 4 സന്ധികളാണ് വരുന്നത്. അപ്പോ ആ സന്ധികളെല്ലാം ഒരു പ്രത്യേകതരം ലിക്വിഡ് ആണ് അതിനെ ചലിപ്പിക്കുന്നത് നമുക്ക് പഠിച്ചിട്ടുണ്ട് സയൻസിൽ. അതൊക്കെ നിശ്ചലമായിരിക്കുന്ന കുറേ സമയമാണ് ഉറങ്ങുന്ന സമയം. അപ്പൊ ശരീരത്തെ ഒന്ന് മയപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് യോഗയുടെ ഭാഷയിൽ പറയുമ്പോൾ ശിഥിലീകരണ വ്യായാമം എന്നാണ് പറയുക. ഓരോ അസ്ഥിബന്ധങ്ങളെയും നമുക്കൊന്ന് ലൂസൺ ചെയ്യുക, ലൂസൺ എക്സസൈസ് ഒക്കെ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് തല മുതൽ കാല് വരെയാണ്. തലയ്ക്ക് ചെയ്യുന്ന വ്യായാമം കുറച്ച് അറിയാൻ വേണ്ടി മാത്രം ചിലത് ചെയ്യുകയാണ്. ആദ്യം നമ്മുടെ കഴുത്തിന് ചെയ്യുന്ന എക്സസൈസ് ഇങ്ങനെയാണ്. ആദ്യത്തെ. അടുത്തത് നമ്മൾ വലതുവശത്തേക്ക് തലതിരിക്കുന്നു, ഇടതുവശത്തേക്ക് കൊണ്ടുപോകും. എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോകും. അടുത്തത് നമ്മൾ തല ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന. ഇത് ചെയ്യുമ്പോൾ കണ്ണടയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ബാലൻസിന് ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ചിലർക്കെങ്കിലും. ഇടതുവശത്തേക്കാണ് നമ്മൾ ആദ്യം തുടങ്ങിയതെങ്കിൽ ഒരു നിശ്ചിത എണ്ണം ചെയ്തതിന് ശേഷം അത്ര എണ്ണം ഓപ്പോസിറ്റ് സൈഡിലും വലതുവശത്തേക്ക് ചെയ്യാം.
ഇനി നമ്മൾ നമ്മുടെ ഷോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈവിരലുകൾ നമുക്കറിയാം, ഇവിടെ കൈവിരലിന് 1, 2, 3 പേരുണ്ട്. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്താൻ ഇവിടെ കൈവിരലുകളുടെ സന്ധികളെ ലൂസൻ ചെയ്യാം. ഇതിനുശേഷം നമ്മുടെ റിസ്റ്റ് ഇവിടെയും ജോയിന്റ് ആണ് നമുക്കറിയാം. അതിനെ ഒരു വശത്തേക്ക് ഈ കൈ കൊണ്ടൊന്ന് താങ്ങുക മാത്രമേ ചെയ്യുള്ളൂ, മുറുകെ പിടിക്കണ്ട, താങ്ങി വെക്കുക. ഒരു ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇതേപോലെ തന്നെ ഇടത് കൈ. ഇനി അവിടുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ മുട്ട തോളിൽ തൊടുക, നോക്കുക, കൊടുക്കുക, നോക്കുക. ഇതും ഒരു 5 10 തവണ ചെയ്യാം. പിന്നെ നമ്മുടെ ഷോൾഡറാണ്. ഷോൾഡറിന് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൈ മടക്കി തോളിൽ തൊട്ടു, ഇങ്ങനെ മുൻവശത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഈ ഷോൾഡർ ഭാഗം നന്നായിട്ട് അനങ്ങണം. ഫ്രണ്ടിലോട്ടേ ചെയ്യുന്നതെങ്കിൽ തുടർന്ന് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മുടെ ചലിക്കുന്ന ഭാഗം റിസ്റ്റാണ്. അപ്പോൾ റിസ്റ്റിന് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു റിസ്റ്റ് ട്വിസ്റ്റ് ചെയ്യാം. ഒരു ഡയറക്ഷൻ ചെയ്താൽ അടുത്ത ഡയറക്ഷൻ ചെയ്യും. ഇത് ഓരോന്നും ഒരു വശത്ത് എത്ര ചെയ്യുന്നു അതിന് കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യണം. അടുത്ത നമ്മുടെ മുട്ടിന് വേണ്ടിയിട്ടാണ്. മുട്ടിന് വേണ്ടി ചെയ്യുക, കൈ മുന്നിൽ പിടിക്കുക, ഇരിക്കുക എന്നുള്ളത്. ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചില വിഷമങ്ങൾ ഉണ്ടാവും. മുന്നോട്ട് വളയരുത്, നട്ടല് നേരെ ആയിരിക്കണം. അതിനാണ് നമ്മൾ ഈ കൈ മുന്നിൽ പിടിക്കുന്നത്. നമ്മൾ എന്തോ ഒരു വസ്തുവിനെ പിടിച്ച പോലെ ഒരു തോന്നൽ ഉണ്ടാവണം. ഇനി നമ്മുടെ കാൽപാദത്തിനാണ്. കാൽപാദത്തിന് ചെയ്യുമ്പോൾ ഒരു കാലിൽ നിൽക്കുക, ഒരു ബാലൻസിങ് പോസ്റ്റൂടെയാണ്. എന്നിട്ട് നമ്മൾ ഈ വിരലുകൾ വെച്ചുകൊണ്ട് ഒരു സർക്കിൾ പോലെ ഒരു ഡയറക്ഷനിൽ കറക്കുക. അതേ കാലം കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യാം. ഇപ്പോൾ ഈ ഭാഗത്തിനാണ് അതിന്റെ വ്യായാമം കിട്ടുക. അടുത്ത കാലം അതുപോലെ തന്നെ ചെയ്യും. ഇനിയുള്ള നമ്മുടെ കാൽ വിരലിനാണ്. കൈയുടെ വിരലിൽ ചെയ്തു, അതുപോലെ കാൽ വിരലിൽ ചെയ്യണം. ഇതിന് നമ്മൾ ചെയ്യുന്നത് ഹിപ്പിൽ പിടിക്കുക, എന്നിട്ട് നേരെ മുകളിലോട്ട് വിരലിൽ പൊങ്ങുക. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ടോട്ടൽ ഒരു എക്സസൈസ് കിട്ടുന്ന രീതിയിൽ നേരെ താഴോട്ട് നേരെ ഇരിക്കണം. നട്ടല് വളയണം, നേരെ പൊങ്ങണം. കാൽവിരലിൽ തന്നെ നിൽക്കണം. എന്നിട്ട് വേണത്തെ പോലെ ഉപ്പൂറ്റി നമുക്ക് പതിപ്പിക്കാവൂ. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഉപ്പൂറ്റി പൊക്കുക, കാൽവിരലിൽ പൊങ്ങുക, നേരെ ഇരിക്കുക, നേരെ പൊങ്ങുക. ഇനി നമ്മളൊന്ന് ചെയ്യേണ്ടത്, നമ്മൾ മുന്നോട്ടും പുറകോട്ടും എല്ലാം ചെയ്തു. ഈ വശത്തേക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം. തിരിച്ചു വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യും. ഇപ്പോഴത്തെ ഏകദേശം നമ്മുടെ ശരീരം ഒന്ന് ചൂടായിരുന്നു. ഒരു ഭാഗം ചെയ്യുന്നത് കൈയുടെ ഈ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 15 പ്രാവശ്യം ചെയ്യുക. അത് ബാക്കി ശരീകരണ വ്യായാമെല്ലാം ഒരു 10 പ്രാവശ്യം മിനിമം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം ഒന്ന് പാകപ്പെട്ടു വന്നിട്ടുണ്ടാവും. ഇനി ഇന്ന് നിന്നുകൊണ്ടുള്ള ഒരു യോഗാസനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്.
നമ്മുടെ ഹോൾ ബോഡിയെ, നമ്മുടെ മുഴുവൻ ശരീരത്തെ ഒന്ന് സ്ട്രെയിറ്റൻ ആക്കാൻ. നമുക്കറിയാം നമ്മുടെ നട്ടെല്ല് ധാരാളം ചെറിയ കഷ്ണങ്ങളാണെന്നറിയാം. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ചെറിയ ചെറിയ അസ്ഥികളാൽ ബന്ധിപ്പിക്കപ്പെട്ടതാണ്. കാരണം വിരലിന്റെ അറ്റം മുതൽ കാലിന്റെ വിരലിന്റെ അറ്റം വരെ, അതുപോലെ പിന്നെ നമ്മുടെ നെക്കിന്റെ ഭാഗം, തലോട്ടിയൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്ന സയൻസ് നമ്മൾ പഠിച്ചിട്ട് ഞാൻ സയൻസിലേക്ക് ഒന്നും പോകുന്നില്ല. അവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തെ ഒന്ന് കാല് മുതൽ തല വരെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്, ഒരു യോഗാസനാണ്. അതിന്റെ പേര് താടാസനം എന്നാണ്. ഞാൻ ചെയ്ത് കാണിക്കാം, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും. ഓക്കെ. ഇത്രയാണ് ചെയ്യുന്നത്. നേരെ നിൽക്കുക, കാൽപാദങ്ങൾ ചേർത്ത് വെക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തി ഭൂമിക്ക് അഭിമുഖമായിട്ട് ഒരേപോലെ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൂക്കുക. കൈ തോളിന് നേരെ വന്നു എന്ന് പറയുമ്പോൾ ഹാൾട്ട് വെക്കുക. ശ്വാസം വിടാൻ ആ സമയത്ത് കൈപ്പത്തി മലർത്തുക ആകാശത്തിലേക്ക്. ഇനിയും ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലോട്ട് പോവുക. സാവധാനം. കൈപ്പത്തികൾ ചേർക്കുക. കൈയുടെ മസില് ചെവിയോട് ചേർന്ന് വരണം, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇനി ശ്വാസം അവിടെ നിന്ന് വിടാം. ഇനി അടുത്തത് ശ്വാസം എടുത്തുകൊണ്ട് കാലിന്റെ വിരലിൽ പൊങ്ങുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ തല പുറകോട്ട് കൊണ്ടുപോകണ്ട, ദൃഷ്ടി നേരെ മുകളിലോട്ട് കൊണ്ടുപോകണം. ശ്വാസം വിട്ടുകൊണ്ട് കാലിന്റെ ഉപ്പൂറ്റി നേരത്ത് പതിപ്പിക്കുക. നേരെ നോക്കുക, കൈ വിടർത്തരുത്. ശ്വാസം സാവധാനം ഇട്ടുകൊണ്ട് കൈ രണ്ടു വശങ്ങൾക്ക് പതുക്കെ കൊണ്ടുപോകാം. കൈപ്പത്തി കമഴ്ത്തുക. ഒരു ശ്വാസം എടുക്കുക. ശ്വാസം പതുക്കെ വിട്ടുകൊണ്ട് കൈ താഴ്ത്തുക. അപ്പോ താടാസനായി. അപ്പൊ അതില് ഫുൾ പോസ്ചർ എന്ന് പറയുന്നത് നമ്മൾ കൈ മുകളിൽ കൊണ്ടുപോയി കൈവിരലിൽ കാൽവിരലിൽ പൊങ്ങുന്നത്. ആ സമയത്ത് ശരീരത്തെ മുഴുവൻ മുകളിലോട്ടൊരു വലിവ് ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ നിൽക്കാൻ. ഭൂമിയിൽ കാലുറപ്പിച്ച് കൈയുടെ അഗ്രത്തിലേക്ക് ഒരു വലിവ് ഉണ്ടാകുന്ന ഒരു സ്ട്രെങ്തൻ ചെയ്ത് ശരീരത്തെ നിർത്തണം. കുറച്ച് സമയം ശ്വാസം പിടിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ വിഷമത്തിലേക്കൊന്നും പോകരുത്, പ്ലസന്റ് മൂഡിലായിരിക്കണം നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ താടാസനം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബാക്ക്വേർഡ് ബെൻഡ് പോസ്റ്ററാണ്, അർദ്ധ ചക്രാസനം. ചെയ്യുന്നതെന്ന് കാണാം, അതിനുശേഷം ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ യോഗാസനത്തിന് ചെയ്യുന്ന യോഗാസനത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ, ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ അർദ്ധചക്രാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിവിയർ ആയിട്ട് ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ ബാലൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ നിന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് നേരം ചെയ്യുമ്പോൾ ബാലൻസിന്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് വളരെ കുറച്ച് നടുവേദനയ്ക്കുള്ള ആൾക്കാർക്കെല്ലാം നല്ലതാണ് ചെയ്യുന്ന നടുവേദന മാറിക്കിട്ടും. അതായത് നടുവേദന മാറിക്കിട്ടാൻ എല്ലാവരും നിർദ്ദേശിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു യോഗാസനമാണ് അർദ്ധചക്രാസനം. അതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. കാൽപാദങ്ങൾ ചേർത്ത് വെച്ചു, കൈ മടക്കി നമ്മുടെ ഹിപ്പിൽ പിടിച്ചു, എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് പുറകോട്ട്. ഇത് ഞാൻ ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല മുഴുവനായിട്ട്. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നിന്നത് കണ്ടു. ചെയ്യുന്നത് എങ്ങനെയാണ്? കാൽപാദങ്ങൾ ചേർത്ത് വെച്ചു, കൈപ്പത്തി നമ്മുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചു, കൈ മടക്കി നമ്മുടെ അരക്കെട്ടിൽ പിടിച്ചു, ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി പുറകോട്ട് ബെൻഡാകാം. കാൽമുട്ടും മടങ്ങി മുന്നോട്ട് പോകരുത് അധികം. ശ്വാസം വിട്ടുകൊണ്ട് നൂരുക. കൈകൾ താഴ്ത്തി വെക്കുക, കാൽപാദങ്ങൾ അകത്തി വെക്കുക. ഇത്രയാകുമ്പോൾ നമ്മുടെ അർദ്ധ ചക്രാസനം ആയി. നടുവേദന അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് തുടക്കത്തിലേ ഇത് ചെയ്താൽ നമ്മുടെ നടുവേദനയൊക്കെ മാറിക്കിട്ടും. ഏത് നടുവേദനക്കാർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർ ബെൻഡ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം മാത്രം. സിവിയറായ വേദന, വല്ലാതെ വേദന വരികയാണെങ്കിൽ അവിടെ നിർത്തുക. ക്രമേണ ക്രമേണ നമുക്ക് ആ ബെൻഡിന്റെ വളവ് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ഈ 2 യോഗാസനങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ആദ്യം സൂചിപ്പിച്ച പോലെ ജൂൺ 21 ലോക യോഗാ ദിനം. ഇത് നമ്മുടെ ഭാരതത്തിലെ ആചാര്യന്മാര് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ UN സഭയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം പരിഗണിച്ചാണ് ഇത് ചെയ്തത്. ആരൊക്കെ എത്ര പേർക്ക് അറിയും എന്നറിയില്ല. നമ്മുടെ ഭൂമിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ദിനദൈർഘ്യം പകൽ സമയം ഉള്ള ദിവസം ജൂൺ 21. അപ്പോ പകൽ സമയം എന്ന് പറഞ്ഞാൽ വെളിച്ചാണ്. അതില് പറയുന്നുണ്ട്, അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരിന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ നമ്മുടെ അന്ധകാരമായ അറിവില്ലായ്മയെ മാറ്റാൻ വെളിച്ചം എല്ലാത്തിനെയും വളരെ വിസിബിളായി കാണുന്ന സന്ദർഭമാണ് വെളിച്ചമുള്ള സമയം. അപ്പോൾ ആ വെളിച്ചത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിൻ്റെയൊക്കെ തത്വങ്ങൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ ഭാരത ഭൂഖണ്ഡത്തിൽ ജൂൺ 21 ഏറ്റവും കൂടുതൽ ദിനദൈർഘ്യമുള്ളത്. അതൊക്കെ കൂടെ പരിഗണിച്ചാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംഭാവന ലോകരാഷ്ട്രങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതുണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ 21 നമ്മൾ നമ്മുടെ ഭരണാധികാരികൾ റെക്കമെൻഡ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ലോകം മുഴുവൻ ജൂൺ 21 യോഗാ ദിനം ആചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ എനിക്കും എന്നെ കാണുന്ന നിങ്ങൾക്കും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്തേ.